my dears, welcome back to our channel. Hello my dears, welcome back to channel. ഹലോ ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് 2 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ബിക്കോസ് 2023 എൻഡാവാൻ പോവല്ലേ. അപ്പം നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ Q&A ആണ് കേട്ടോ. കുറച്ച് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനുള്ള റിപ്ലൈയുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരും റെഡി അല്ലേ? നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ചോദിക്കാവേ. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അമ്മയോടാ. Okay, first question. What made you to start a YouTube channel and how supportive was your family when you told this? Appo, okay, what made you to start? ഇത് അച്ചു. സോറി, ഞാൻ പേര് മറന്നുപോയി. ഓക്കെ, അച്ചു ആണ് ചോദിച്ചേക്കുന്നത്. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ റീസൺ എന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു മൊമെന്റിൽ എന്താ പറയുക ഒരു റീസൺ പറയുന്നില്ല. പക്ഷെ എനിക്കുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാൻ ഭയങ്കര ഇഷ്ടമാണ്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാനും അതേപോലെ കുറച്ച് ആൾക്കാർ തിരിച്ചറിയാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് മോള് ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ജോബ് റിസൈൻ ചെയ്ത് വീട്ടിലിരിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു ഐഡിയ വന്നായിരുന്നു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. പക്ഷെ എന്തിന് സ്റ്റാർട്ട് ചെയ്യും, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തെടുക്കുമെന്നൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാതെ ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കഥ കേൾക്കുന്ന പോലെ കേൾക്കുന്നുണ്ട്. പിന്നെ മറ്റേ ഇതിൽ ടിക്ടോക്കിലൊക്കെ നല്ല ആക്റ്റീവ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഉണ്ടല്ലോ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ സ്റ്റോപ്പ് ചെയ്ത് ആ ഒരു ഐഡിയ മൊത്തത്തിൽ കളഞ്ഞ് ഓക്കെ നമ്മൾ പിന്നെ എന്തെങ്കിലും നോക്കാൻ വേണ്ടി വിട്ടേക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 2-3 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയില്ല അത് പിന്നെയും കണ്ടിന്യൂ ചെയ്യണമെന്ന്. അങ്ങനെ ഏതോ ഒരു മൊമെന്റിൽ നമ്മൾ ഏതോ ഒരു വീഡിയോ എടുത്തിട്ടതാണ്. ഇന്ന വീഡിയോ ഒന്നുമില്ല, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു വീഡിയോ എന്ന് പറയാനായിട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഏതൊക്കെയോ കുട്ടി കുട്ടി റീൽസും കുട്ടി കുട്ടി വീഡിയോസ് ഒക്കെ എടുത്തിടുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പ്രത്യേകിച്ച് ഒരു റീസൺ ഇല്ല. പക്ഷേ എനിക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെ രണ്ടുപേരും തിരിച്ചറിയണം, എന്നോട് വന്ന് സംസാരിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഹൗ സപ്പോർട്ടീവ് വാസ് യുവർ ഫാമിലി വെൻ യു ടോൾഡ് ദിസ്? അന്ന് മോള് കുഞ്ഞാണല്ലോ, ഏട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏട്ടനോട് ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ഏട്ടനറിയാം, ഏട്ടന് മുമ്പോട്ട് അറിയാം എനിക്ക് കുറച്ചൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്, ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊക്കെ നന്നായിട്ട് അറിയാം. പിന്നെ യൂട്യൂബ് ചാനൽ നമ്മൾ കൊറോണ ആ സമയത്തല്ല ഏട്ടാ, ലോക്ക്ഡൗൺ സമയത്താണോ നമ്മൾ ഇട്ടത്? കുറച്ച് മുമ്പേ, അതിന് ഒരു വർഷം മുമ്പേ. ഒരു ഉറക്കം വരുന്നോ? ഓക്കെ. അപ്പോൾ ആ സമയത്ത് ഞാൻ പറയുന്ന സമയത്ത് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ആള് എന്തിനും സപ്പോർട്ടീവ് ആട്ടോ, എന്തിനും സപ്പോർട്ടീവാണ്. ഞാൻ എന്ത് പറഞ്ഞാലും അത് നല്ലതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും. ഒരു പ്രശംസ ആരാണ് ആഗ്രഹിക്കാത്തത്? അപ്പോൾ എന്തും നല്ല എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്നും ഇന്നും ഇവർ രണ്ടുപേരും നല്ല സപ്പോർട്ടീവാണ്. അന്ന് ഏട്ടൻ സപ്പോർട്ടീവാണ്, ഇന്ന് ഈ ആളും കൂടി ഉണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ. പിന്നെ കാർത്തിക, ചേച്ചിയുടെ വീഡിയോസ് എല്ലാം സൂപ്പർ. ഹസ്ബൻഡും മോക്കും ചേച്ചി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? അച്ഛടാ. എനിക്ക് നമ്മുടെ നാടൻ പ്രോൺസ് കറി ഇല്ലേ, മലബാർ സ്റ്റൈൽ. മോക്ക് ഇഷ്ടമല്ല കേട്ടോ ആ കറി, ഏട്ടനത് ഇഷ്ടമല്ലേ? എനിക്കത് ഇഷ്ടം. അതുണ്ടെങ്കിൽ ഞാൻ ഒരു പറ ചോറ് കഴിക്കും. അതെ, സത്യല്ലേ? ഏട്ടന് പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ കറി, പ്രത്യേകിച്ച് കണ്ണൂർ ഭാഗത്ത് ഉണ്ടാക്കുന്ന പോലത്തെ. അതൊക്കെ നല്ല ഇഷ്ടമാണ്. അവേലല്ല മോനെ, അവിയൽ. ഓക്കെ. അടുത്തൊരു ചോദ്യം, പേരില്ല കേട്ടോ, പക്ഷെ ക്വസ്റ്റ്യൻ, ചേട്ടന്റെ ജോബ് എന്താണ്? ചേച്ചിയുടെ ക്വാളിഫിക്കേഷൻ? ചേച്ചി ജോബിന് പോകുന്നില്ലേ? മെക്കാനിക്കൽ എഞ്ചിനീയർ. ഓക്കെ. പിന്നെ എൻ്റെ ക്വാളിഫിക്കേഷൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞതാണ്. പിന്നെ ചേച്ചി ജോബിന് പോകുന്നില്ല? ഇല്ലടാ, ഇപ്പം ഞാൻ പോകുന്നില്ല. കാരണം ഇപ്പം മോൾക്ക് ടൈമിംഗ് എന്ന് പറയുന്നത് സ്കൂൾ ടൈമിംഗ് 8:15 പിന്നെ ഞാൻ കൊണ്ടുവരുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ 8:15 to 2:30 വരെയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു വല്ലാത്ത ടൈം ആയിപ്പോയതുകൊണ്ട് എനിക്ക് ജോബിന് പോകാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ ഏട്ടൻ 7:15 ആകുമ്പോൾ രാവിലെ പോകണം. അപ്പോൾ രണ്ടുപേരെ നോക്കുന്ന കടമ എൻ്റെയാണ് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജോബ് നോക്കുന്നില്ല. അതേപോലെ തന്നെ നമുക്കിവിടെ വേറെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല കേട്ടോ. ഇൻ കേസ് നമ്മുടെ പേരൻസ് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഇപ്പോൾ പേരൻസ് ആരും നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജോബിന് പോകുന്നില്ല. മാത്രമല്ല ചേച്ചി ജോലിക്ക് പോയാൽ പിന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനൊക്കെ ആരെ ആൻസർ തരും അല്ലേ? അത് കറക്റ്റാ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ യൂട്യൂബിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. പിന്നെ ചേച്ചിയുടെ റെസിപ്പീസ് എല്ലാം അടിപൊളിയാ. നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് എത്ര ഇയർ ആയി? ഗൗരി 7 years. 7 years ആയി. Why you can't believe that? I don't know. You don't know? Okay. അപ്പോ ലിഞ്ചു, ചേച്ചി വേറെ ജോബ് നോക്കുന്നില്ലേ? ഇല്ലടാ, ഇപ്പം നോക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞ റീസൺ ഒക്കെ തന്നെയാണ്. ഇപ്പം ഞാൻ ജോബ് നോക്കുന്നില്ലേ.
പിന്നെ ജയശ്രീ മോളുടെ പേരെന്താണ്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എന്റെ പേര് ജാർഗിക, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സി സെക്ഷൻ. അത് മറക്കരുത്. ഓക്കെ, ജാൻവിക വി ജിജു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. പിന്നെ പേരെന്താണെന്നറിയില്ല, പക്ഷെ ID ഗ്രീൻ എന്നാണ്. അപ്പോൾ ഓക്കെ, ചേച്ചി നാട്ടിൽ എവിടെയാ? ചേട്ടൻ്റെ വീട് കണ്ണൂരിൽ എവിടെയാ? ചേച്ചി നാട്ടിൽ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നാട് പത്തനംതിട്ടയാണ് കേട്ടോ. പിന്നെ ചേട്ടൻ്റെ നാട് കണ്ണൂർ, കണ്ണൂരിൽ പാപ്പിനിശ്ശേരി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ അനന്തു കൃഷ്ണൻ, ചേച്ചിയുടെ സ്വന്തം സ്ഥലം എന്താടാ? എടുത്തടാ ചക്കര. ചേച്ചിയുടെ സ്വന്തം സ്ഥലം ഞാനിപ്പോൾ എങ്ങനെ കേട്ടോ അതിന് ആൻസർ പറയണ്ടേ? ബാംഗ്ലൂർ എന്നല്ലേ പറയാ? ബാംഗ്ലൂർ തന്നെ പറയാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അതെ, അതായത് ഞാൻ എൻ്റെ കംപ്ലീറ്റ് ലൈഫ് ഇപ്പോൾ ഇതുവരെയുള്ള എൻ്റെ എല്ലാ കംപ്ലീറ്റ് ലൈഫ് ഞാൻ ബാംഗ്ലൂർ തന്നെയാണ് സ്പെൻഡ് ചെയ്തേക്കുന്നത്. അപ്പം അതുകൊണ്ട് നാടെന്ന് പറയുമ്പം ഒച്ചത്തിൽ പറയണം, മോളുടെ അടുത്ത് മൈക്കില്ല, അപ്പൊ ഒച്ചത്തിൽ പറയണം. ഇപ്പൊ ഇവര് ഇത്ര വലുതായിട്ടോ, ഇപ്പൊ വാവയൊന്നും അല്ല, വലിയതായി, 6 years old ആയി. ഓക്കെ, അപ്പൊ എന്റെ സ്വന്തം സ്ഥലം പറയുകയാണെങ്കിൽ ബാംഗ്ലൂർ തന്നെ ആയിരിക്കും. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ നാട് പറയുകയാണെങ്കിൽ പത്തനംതിട്ട. അടുത്ത ചോദ്യം, ഡോണ തോമസ്, ചേച്ചി ഓൾ റെസിപ്പീസ് ആർ സൂപ്പർ, love to watch it every day. How did you learn Malayalam to read and write as you born and brought up in Bangalore? എനിക്ക് മലയാളം എഴുതാൻ അറിയില്ല, വായിക്കാൻ അത്യാവശ്യം അറിയാം, എന്നാലും കുറച്ചൊക്കെ എനിക്കറിയാം. എഴുതാൻ ഒട്ടും അറിയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ ഒട്ടും അറിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, എൻ്റെ വീഡിയോയിൽ എപ്പോഴും ഞാൻ ഇടുന്ന ക്യാപ്ഷൻസ് ഒക്കെ ഒരേപോലെ ആയിരിക്കും, ഒരേ ഫോർമാറ്റിലായിരിക്കും. അത് ബിക്കോസ് അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അടുത്ത് എന്തിടണം എന്ന് അറിയില്ല കേട്ടോ. അത് നിനക്ക് എങ്ങനെ അറിയുന്നില്ല? അതെ, കാരണം എന്ന് വെച്ചാൽ എനിക്ക് മറ്റേ ഇത് ഹെഡ്ലൈൻ ഒക്കെ ഇടുന്ന സമയത്ത്, അത് ക്യാപ്ഷൻസ് ഒക്കെ ഇടുന്ന സമയത്ത് എനിക്കറിയില്ല, ചില സമയത്ത് തെറ്റി പോകുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. എന്നാലും എനിക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് കറക്റ്റ് ആണോ ഇല്ലെന്ന്. അപ്പം ഞാൻ ഏട്ടനെ അയച്ചു കൊടുക്കും, എന്നിട്ട് ഏട്ടൻ ഓക്കെ പറയുന്ന സമയത്ത് ഞാനത് അവിടെ ഇടും. അങ്ങനെയാണ് ചെയ്യുന്നത് പൊതുവെ. അപ്പം അതുകൊണ്ട് തന്നെ അതേ ഒരു ഫോർമാറ്റിലാണ് ഞാൻ അടുത്ത വീഡിയോസും എല്ലാം ഇടുന്നതൊക്കെ, എപ്പോഴും സെയിം ആയിരിക്കും. ജസ്റ്റ് ആ ഒരു പേര് മാത്രം മാറ്റിയിട്ട്, പിന്നെ കൂടുതലും അതുകൊണ്ടാണ് ഇംഗ്ലീഷൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ബിക്കോസ് എനിക്ക് മലയാളം ശരിക്കും എഴുതാനൊന്നും അറിയില്ല കേട്ടോ. സംസാരിക്കാൻ പക്ഷേ സംസാരിക്കാൻ നല്ലോണം പഠിച്ചില്ല കേട്ടോ. ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയ പിന്നെ, കാരണം യൂട്യൂബ് തുടങ്ങിയാൽ പിന്നെ യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ ഇപ്പോൾ ഉള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞത്, അത് എന്നോട് എൻ്റെ അമ്മ പറഞ്ഞാണ് കേട്ടോ. കാരണം യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് അത്ര അങ്ങോട്ട് മലയാളം പ്രോപ്പറായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് പറയും, പക്ഷെ ഫ്ലുവൻ്റ് ആയിട്ട് അങ്ങോട്ട് പറ്റത്തില്ല. പക്ഷെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനിങ്ങനെ ചറപ്പറാന്ന് പറയും, കാരണം നമുക്ക് ആ ഒരു 60 seconds ഒരു ഷോർട്ട് വീഡിയോ ഇടണ്ടേ. ആ സമയത്ത് നമ്മളിങ്ങനെ റീടേക്ക് എടുത്ത് പെട്ടെന്ന് ഞാൻ പഠിച്ചെടുത്താണ്. ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കും. പക്ഷെ അത് പറയുമ്പോൾ ഉണ്ടല്ലോ, ഇനിയൊരു കാര്യമുണ്ട്, ഇനിയൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട്. കാരണം ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എനിക്ക് മലയാളം അറിയില്ല, എനിക്ക് കന്നഡ അറിയത്തുള്ളൂ. അങ്ങനെ ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കൂടുതൽ ഞാനും ചേച്ചിക്ക് കന്നഡയിലായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മലയാളി ഫ്രണ്ട്സേ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു തവണ എൻ്റെ ഓർമ്മയിൽ ഞാൻ ഫസ്റ്റ് ടൈം നാട്ടിൽ പോകുന്നത് 7th സ്റ്റാൻഡേർഡോ അതിന് മുന്നേ കണ്ട, എനിക്ക് 7th or 6th കണ്ട. അപ്പോൾ അതിന് മുന്നേ പോയതൊന്നും എനിക്ക് ഓർമ്മയില്ല. നമ്മൾ അന്ന് നാട്ടിൽ പോയിട്ട് വന്നപ്പം എന്നോട് ആൾക്കാർ സംസാരിക്കുമ്പോൾ എനിക്ക് മലയാളത്തിൽ റിപ്ലൈ കൊടുക്കാൻ അറിയുന്നില്ല. തിരിച്ച് നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഒരു ദിവസം ഉണ്ടല്ലോ, പിന്നെ ഞാനും ചേച്ചിയൊന്നും കന്നഡയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പയുണ്ട് എവിടുന്നോ ഒരു കമ്പ് എടുത്തുകൊണ്ടെന്ന് ചെറുപറാന്ന് അടിച്ചിട്ട് എന്നോട് പറഞ്ഞു മലയാളത്തിൽ സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർ മലയാളം സംസാരിച്ച് തുടങ്ങിയത് കേട്ടോ. അത് ഈ വീഡിയോ പപ്പ കാണുന്നുണ്ടാവും, ചിലപ്പോൾ പപ്പയ്ക്ക് ഓർമ്മ വരട്ടെ അന്ന് അടിച്ച അടി. അപ്പം ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഷഹീന. ഓക്കെ, ഷഹീന ഷാമോൻ അതാണ് പേര്. അപ്പോൾ ആള് ചോദിച്ചേക്കുന്നത് മോളൂട്ടിയുടെ പേരെന്താ, എത്രയിലാണ് പഠിക്കുന്നത്, ചേട്ടൻ്റെ ജോബ് എന്താണ്, ആൻഡ് നാട്ടിൽ നിങ്ങളുടെ സ്ഥലം എവിടെയാണ്, ആൻഡ് യുവർ വീഡിയോസ് ആർ ഓസം, താങ്ക് യു. അപ്പൊ മോളൂട്ടിയുടെ പേരെന്താ? എത്രയിലാണ് പഠിക്കുന്നത്? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഓക്കെ, ചേട്ടന്റെ ജോബ് എന്താണ്?
ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. പിന്നെ നാട്ടിൽ സ്ഥലം എവിടെയാണ് ചേട്ടൻ്റെ നാട്? നാട് കണ്ണൂർ. കണ്ണൂര്. പിന്നെ പാപ്പനശ്ശേരി. എൻ്റെ പേരൻസിൻ്റെ ഒക്കെ നാട് പത്തനംതിട്ട. ഞാനിവിടെ തന്നെയാണ്, ബാംഗ്ലൂർ തന്നെയാണ് കോട്ടം. പിന്നെ വീഡിയോസ് റോസം, താങ്ക് യു സോ മച്ച്, അത് ഓൾറെഡി പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റഡി ഹൈവ് എന്നാണ് കേട്ടോ ഉള്ളത് പേര്. അപ്പോൾ ഇതുപോലത്തെ ഫുഡ് വെറൈറ്റീസ് ഒക്കെ എങ്ങനെ കിട്ടുന്നു? വീഡിയോസ് എല്ലാം വേറെ ലെവലാണ്. വീഡിയോസ് എല്ലാം വേറെ ലെവലിനേ ഉള്ളൂ കേട്ടോ. ചേച്ചി വർക്കിംഗ് ആണോ ഇല്ലെങ്കിൽ ട്രൈ ചെയ്യുന്നുണ്ടോ? ചേച്ചി വർക്കിംഗ് അല്ലടാ. പിന്നെ അതേപോലെ ട്രൈ ചെയ്യുന്നില്ല ഇപ്പം. കാരണം എന്ന് വെച്ചാൽ മോളുടെ ടൈമിങ്ങും ഏട്ടൻ്റെ ഓഫീസ് ടൈമിങ്ങും ഒന്നും മാച്ച് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ വേറെ ജോബ് ഒന്നും ട്രൈ ചെയ്യുന്നില്ല. പിന്നെ ഇതുപോലത്തെ ഫുഡ് വെറൈറ്റീസ് ഒക്കെ എങ്ങനെ കിട്ടുന്നു? ഇതുണ്ടല്ലോ, ശരിക്കും എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം ബാംഗ്ലൂരാണ്. ഇവിടെ നമുക്കുള്ളൊരു പ്ലസ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നമുക്ക് മലയാളീസിന് മാത്രമല്ല നമുക്ക് ഫ്രണ്ട്സായിട്ട് കിട്ടുന്നത്. നമുക്ക് പല സ്റ്റേറ്റിൽ നിന്നുള്ള ഫ്രണ്ട്സ് ഉണ്ട്. ഒരുപാട് ഡിഫറെൻറ്റ് ഫുഡ് കഴിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്കെന്ന് വെച്ചാൽ എനിക്ക് മലയാളി ഫ്രണ്ട്സേ ഇല്ലായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മാത്രമാണ് മലയാളി എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ മലയാളീസായിട്ട്. അപ്പം എൻ്റെ കൂടെ പഠിച്ചവരെല്ലാവരും കന്നഡികാസ് ഉണ്ട്, ആന്ധ്രയിൽ നിന്നുണ്ട്, തെലുഗും ഉണ്ട്, അതേപോലെ നോർത്ത് ഇന്ത്യൻസും ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പലതരം ഫുഡിനെ കുറിച്ച് അറിയാം. പിന്നെ അതേപോലെ ഞാൻ കൂടുതൽ കഴിച്ചിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. എൻ്റെ വീട്ടിലേക്കാളും കൂടുതൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ തരം ഫുഡ് വെറൈറ്റീസും ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ അന്നൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ഫുഡ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ആ ഫുഡൊക്കെ എനിക്ക് ഓർമ്മയുള്ളതുകൊണ്ട് ഇപ്പോൾ ഓരോന്നോരോന്ന് ട്രൈ ചെയ്യും, സക്സസ് ആവുന്നതൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. അങ്ങനെയാണ് കേട്ടോ. ചിലതൊക്കെ ഞാൻ തിങ്ക് ചെയ്തുണ്ടാക്കും, ചിലതൊക്കെ കണ്ടുപിടുത്തൊക്കെയാണ്, എല്ലാം തട്ടിക്കൂട്ടൊക്കെ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാവ്യ ആർ പിള്ളൈ. നല്ല പേരല്ലേ? ചേച്ചി കുക്കിംഗ് പാഷൻ ആണോ? ആൻസർ ചെയ്യാമോ? കുക്കിംഗ് പാഷൻ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് കുക്കിംഗ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടമാണ് കേട്ടോ കുക്കിംഗ്. പിന്നെ മീനു, ഹായ് ചേച്ചി, ചേച്ചിയുടെ റെസിപ്പീസ് ഫോളോ ചെയ്യാറുണ്ട്, വെരി ടേസ്റ്റി. ചേച്ചി എത്ര നന്നായി ചേട്ടൻ്റെ മോളുടെയും കാര്യങ്ങൾ നോക്കുന്നു. അതുപോലെ തിരിച്ചും ഹസ്ബൻഡ് വളരെ കെയറിങ് ആണെന്ന് വീഡിയോ കാണുമ്പോൾ തോന്നും. ഫീൽ വെരി ഹാപ്പി വെൻ സീ ഇറ്റ്. രണ്ടുപേരുടെയും അഭിപ്രായം എന്താണ്? വളരെ കെയറിങ് തന്നെയാണ്. എടുത്തു പറയാൻ സ്വന്തമായിട്ട് പറയുന്നു. ഞാനല്ല പറഞ്ഞത്, അവളുടെ കാര്യം പറഞ്ഞത്. ഓ, എന്നെ കുറിച്ച് പറയുന്നത്? ഞാൻ ചേട്ടനെ കുറിച്ച്. ഓക്കെ, പറയ്. കെയറിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ നല്ല കെയറിങ് ആണ്. കാരണം എൻ്റെ ഓഫീസ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെയാണ്, 8 o'clock. അപ്പോൾ ഇവിടുന്ന് ഞാൻ 7 o'clock സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ രാവിലെ എണീറ്റ് മിനിമം ഒരു 5:45 ആകുമ്പോഴേക്കും നിഷ എണീറ്റുണ്ടാവും. ഓൾറെഡി വീഡിയോ എടുക്കാത്ത ദിവസം 5:45 അടുക്കളയിലുള്ള മ്യൂസിക് ഒക്കെ കേൾക്കാൻ പറ്റും. അത് കേട്ടാണ് ഞാൻ എണീക്കുന്നത് തന്നെ. അപ്പോൾ കെയറിങ്ങിന്റെ കാര്യത്തിൽ പെർഫെക്റ്റ് ആണ്. തിരിച്ചെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പറയട്ടെ. തിരിച്ചു പറയുകയാണെങ്കിൽ ഇല്ല. വലിയ ആൾക്കാരെ പോലെയാണ് സംസാരിക്കുന്നത്. ഓക്കെ, വലിയ ആളായി. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ, നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ അതേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഇപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. കാരണം എനിക്ക് ഇത് പറയുന്ന സമയത്ത് ഇനിയൊരു കാര്യം പറയാനുണ്ട്. മുമ്പ് ഒരിക്കൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, എന്താ ഹസ്ബൻഡിന് ലഞ്ച് ബോക്സ് ഒന്നും എടുത്തു വെക്കാൻ പറ്റില്ലേ എന്നൊക്കെ. ഒന്നാമത്തെ കാര്യം, ഹസ്ബൻഡിന് ലഞ്ച് ബോക്സ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ വീഡിയോ കൊണ്ടുവരാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഹസ്ബൻഡ് എല്ലാം ചെയ്യും. ആ പറഞ്ഞ ആളുടെ പേര് എനിക്ക് ഇന്നും ഓർമ്മയില്ല, പക്ഷെ എനിക്കിത് പറയണം തോന്നി. ഇപ്പം ജിജുവേട്ടൻ ചെയ്യാത്ത ഒരു ജോലിയില്ല, എല്ലാ ജോലിയും ചെയ്യും. എന്താ പറയുക, ഈഗോ ഉള്ള മനുഷ്യനല്ല. അപ്പം അതുകൊണ്ട് എന്ത് ജോലിയും ചെയ്യും, ഇന്ന ജോലി എന്നൊന്നുമില്ല, എല്ലാ ജോലിയും ചെയ്യും. പക്ഷേ ഒരാൾ പുറത്തു പോയി ജോലി ചെയ്യുന്ന സമയത്ത് നമുക്കെന്താ ചെയ്യാൻ പറ്റുക? ഒരാൾ പുറത്തു പോയി നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, ഈ ഫാമിലി റൺ ചെയ്യാനായിട്ട് ഒരാൾ പുറത്തു പോയി ജോലി ചെയ്യുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വീട്ടിൽ ഇരുന്ന് അവർക്ക് എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരിച്ചും അതുപോലെ തന്നെയാണ്. എന്താ പറയുക, വീട്ടിൽ വന്നാലും വീക്കെൻഡ്സ് ഒക്കെ ആയാലും മോളുടെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നോക്കും. അതേപോലെ തന്നെ വീക്കെൻഡ് ആയാലും അത്യാവശ്യം ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട്, വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. സോ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് അങ്ങോട്ട് റെസ്പെക്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് റെസ്പെക്ട് കിട്ടുന്നു, അങ്ങോട്ട് നമ്മൾ കൊടുക്കുന്ന സ്നേഹം തിരിച്ചു കിട്ടുന്നു. അത്രേ ഉള്ളൂ. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. അത്രേ ഉള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, റിയ എബ്രഹാം. ചേച്ചി, ഐ ജസ്റ്റ് ലവ് യുവർ വീഡിയോസ് ആൻഡ് ഷോർട്സ്.
You are a pro cook, and I wish I had a sister like you at home to cook such yummy food. My question is, what are your tips to stay focused? ഓക്കെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ ടിപ്സ് ഞാൻ പറയുന്നില്ല, കാരണം ടിപ്സ് പറയാൻ മാത്രം വലിയ ആളൊന്നുമല്ല. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. നമ്മൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഞാൻ ഭയങ്കര ലേസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് കേട്ടോ. ശരിക്കും ഭയങ്കര ലേസിയാണ്. ഓക്കെ, ശരിക്കും നല്ല ലേസി ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. പക്ഷേ യൂട്യൂബിൻ്റെ കാര്യം വരുമ്പം ഞാനൊന്ന് ആക്റ്റീവ് ആകും. അത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്കറിയാം എൻ്റെ എയിം എന്താണെന്നുള്ളത് എനിക്കറിയാം. ഞാൻ ആക്റ്റീവായിരുന്നാൽ മാത്രമേ എനിക്കിവിടെ ഒരു നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോൾ. അതായത് ഒരു എയിം ഉണ്ടെങ്കിൽ മാത്രമേ അത് സക്സസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നും കഷ്ടപ്പെടും. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. ഈ വർഷത്തിനുള്ളിൽ എനിക്കൊരു അറ്റ്ലീസ്റ്റ് ഈ വർഷമാണ് ശരിക്കും വീണ്ടും വന്നിട്ടൊന്ന് ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഈ വർഷത്തിനുള്ളിൽ എവിടെയെങ്കിലും ഒരു സ്ഥാനത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തിപ്പെടണം എന്നുള്ളത്, ഒരു മൈൽ സ്റ്റോൺ കാണണം എന്നുള്ളത് എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതൊന്ന് എയിം ചെയ്തിട്ടാണ് ഈ ലഞ്ച് ബോക്സ് വീഡിയോസ് ഒക്കെ ഞാൻ കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവായിട്ട് ചെയ്തു തുടങ്ങിയത്. അപ്പം നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് റിസൾട്ട് കിട്ടും, അതാണ് നമുക്കൊരു എയിം ഉണ്ടാവുക, അത്രേ ഉള്ളൂ. പിന്നെ ശ്രുതി അജയ് കുമാർ, ഹസ്ബൻഡിൻ്റെ ജോബ് നിഷ ഹൗസ് വൈഫ് ആണോ? ഹൗസ് വൈഫ് ആണടാ. പിന്നെ ഹസ്ബൻഡിൻ്റെ ജോബ് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് കേട്ടോ. മെക്കാനിക്കൽ എഞ്ചിനീയർ. അടുത്ത ചോദ്യം രേഷ്മ, ചേച്ചി കുക്കറിലല്ലാതെ ബിരിയാണി വീഡിയോ ചെയ്യാമോ? ഡെഫിനറ്റ്ലി ചെയ്യാം. എനിക്കൊന്ന് രേഷ്മ ഇതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒരു ദിവസം ഡെഫിനറ്റ്ലി ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ധന്യശ്രീയുടെ ആണേ. അപ്പോൾ ഇതാണ് ഓക്കെ, നൈസ്. ഹേ നിഷ, വാട്ട് ഈസ് യുവർ വിഷൻ ഇൻ ലൈഫ്? ഈസ് ലൈഫ് ഗോയിങ് സ്മൂത്ത്? I mean, starting a social media platform is not an easy thing. How supportive was your family, and how you overcame your insecurities and obstacles? And how do you feel right now? How do you feel right now after reaching 100K? Okay, ഇത് എന്നോടാണ് കംപ്ലീറ്റ്ലി. ഓക്കെ, സത്യമാണ് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈസി അല്ല. ബിക്കോസ് നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് കിട്ടും, ഒരുപാട് പോസിറ്റീവ് കമൻസ് കിട്ടും. അതെല്ലാം നമ്മൾ ഫേസ് ചെയ്യാൻ പ്രിപ്പയർ ആണെങ്കിൽ മാത്രം സോഷ്യൽ മീഡിയയിൽ എത്തിപ്പെടുക. അത് സത്യം തന്നെയാണ്, അത് ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ അതേപോലെ ലൈഫ് സ്മൂത്ത് ആണോ എന്ന് ചോദിച്ചാൽ സ്മൂത്താണ്, പക്ഷേ അങ്ങനെയാണല്ലോ ലൈഫ്. എപ്പോഴും ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുമല്ലോ അല്ലേടാ? എല്ലാവർക്കും ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കും ഉണ്ട്. നമ്മൾ പരമാവധി നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചാനലിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുള്ളൂ. പക്ഷെ അതർവൈസ് സ്മൂത്ത് ആണ് എല്ലാവരുടെ ലൈഫ് പോലെ, നോർമൽ ലൈഫ് തന്നെയാണ്. റിയൽ ലൈഫും ഭയങ്കര ഡിഫറെന്റ് ആണ്. പക്ഷെ എന്നിട്ട് നമ്മുടെ റിയൽ ലൈഫ് ഇത് വേസ്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്. അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഞാൻ എപ്പോഴും പറയാറുണ്ട് നിഷയോട്. പല യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ, ഫാമിലി വ്ളോഗ്സ് കാണുമ്പോഴും അപ്പം ഇങ്ങനെ നമ്മൾ വിചാരിക്കും റിയൽ ലൈഫ് എന്തൊരു ഹാപ്പിയാണ്. ഞാൻ പറയും എപ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല, അവിടെ റിയൽ ലൈഫ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. റിയൽ ലൈഫും ഡിഫറെൻ്റ് തന്നെ ആയിരിക്കും. ഒരിക്കലും നമ്മൾ റീൽസിൽ കാണുന്ന പോലെ ആയിരിക്കില്ല ഫുൾ ലൈഫും. അവിടെ ഒരുപാട് ക്വാറൽസും ഉണ്ടാവും, അത് ഹാപ്പിനെസ്സും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. പക്ഷെ അതിൽ നമ്മൾ മാക്സിമം സന്തോഷം മാത്രമേ റിയൽ ലൈഫ് കാണുള്ളൂ. പക്ഷെ അത് മാത്രമല്ല, ലൈഫ് വേറെ എല്ലാം കൂടി ചേർന്നാണ് ലൈഫ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂട്യൂബിലായാലും എവിടെയായാലും നമ്മൾ പരമാവധി നമ്മുടെ സങ്കടങ്ങളൊക്കെ ഹൈഡ് ചെയ്യും. ബിക്കോസ് അത് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. ബിക്കോസ് അതാകുമ്പോൾ നാളെ ഒരാൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരത്തില്ല. നമ്മളൊരു ഓപ്പൺ ബുക്കായിട്ട് നിന്നിട്ട് നാളെ ഒരാൾ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചോദ്യം ചെയ്യുന്നു അവരോട് പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മളാണ് അവർക്ക് ഒരു വേ കാണിച്ചു കൊടുത്തത് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന സമയത്ത് നോക്കിയും കണ്ടേ ചെയ്യാറുള്ളൂ വീഡിയോസൊക്കെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതേപോലെ ഹൗ സപ്പോർട്ടീവ് വാസ് യുവർ ഫാമിലി ആൻഡ് ഹൗ യു ഓവർകെയിം യുവർ ഇൻസെക്യൂരിറ്റീസ് ആൻഡ് ഓബ്സ്റ്റക്കിൾസ്? എന്താ പറയുന്നത് പറഞ്ഞു. നമ്മൾ എത്ര വഴക്കിട്ടാലും നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ജീവിക്കും കേട്ടോ. എല്ലാവർക്കും അഡ്വൈസ് ആണ്, വലിയൊരാള് പറഞ്ഞു തന്നാണ്. സത്യം. യെസ്, സത്യം.
Okay, fine. Mike, how supportive was your family and how you overcame your insecurities? Okay, supportive എന്ന് പറയാൻ എടാ ഇവരൊന്നും ഇല്ലെങ്കിൽ എനിക്കിപ്പം എൻ്റെ ഫാമിലി സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് വന്ന് സംസാരിക്കത്തില്ല. അത് 100% ഉറപ്പാണ്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര തകർന്നു പോകുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. എനിക്ക് എപ്പോഴും എനിക്കൊരു ബാക്ക് ബോൺ സപ്പോർട്ട് വേണം, അതില്ലെങ്കിൽ എനിക്ക് പറ്റില്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ എപ്പോഴും. അപ്പോൾ ഇവരില്ലെങ്കിൽ, ഇവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് ഡെഫിനറ്റ്ലി ഇപ്പൊ തന്നെ നിങ്ങൾ വീഡിയോയിൽ കാണാൻ രണ്ടുപേരും വന്ന് എത്രത്തോളം എൻ്റെ കൂടി ഇത്രയും നേരം രണ്ടാളും ഇതുവരെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നില്ലേ. അപ്പൊ അത് തന്നെ വലിയൊരു ആൻസർ ആണ്. പിന്നെ ഇൻസെക്യൂരിറ്റീസ് ഞാൻ പറയട്ടെ, എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. എൻ്റെ ഏറ്റവും വലിയ ഇൻസെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അറ്റ്ലീസ്റ്റ് ജിജുവേട്ടൻ എൻ്റെ കൂടെ ഇല്ലെങ്കിലും എനിക്ക് ക്യാമറയിൽ സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനിയും ഓവർകം ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. പക്ഷേ നമ്മള് എന്താ പറയാ, ഓരോ ദിവസം കഴിയുമ്പോൾ നമുക്കതൊക്കെ മാറി കിട്ടിക്കോളും, അത്രേ ഉള്ളൂ. അത് ഓവർകം ചെയ്തിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ 100K ആയതിനു ശേഷം ഹൗ ഡു യു ഫീൽ? അയ്യോ, അത് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. ആൻഡ് ഓൾസോ റെസ്പോൺസിബിലിറ്റീസ് കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അതേപോലെ തന്നെ ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ഇങ്ങനെ പ്ലാനിങ് ഒക്കെ ഉണ്ട് തലയിൽ. നോക്കട്ടെ, നാട്ടിൽ പോകാനുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്നും അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മേ ബി ഇൻ ഫ്യൂച്ചർ ഡേയ്സ് നമുക്കത് കാണാൻ പറ്റും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ കുഞ്ചൂസ് വേൾഡ് ആണ്. മോളെ കൊണ്ട് വീഡിയോയിൽ കൂടുതൽ സംസാരിപ്പിക്കണം, മോളെ ഒത്തിരി ഇഷ്ടമാണ്. താങ്ക് യു. മോളെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കണം. സംസാരിപ്പിച്ചാലോ ഏട്ടാ? നോൺ സ്റ്റോപ്പ് ആണ് കേട്ടോ. ഞങ്ങളൊന്നിങ്ങനെ ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കുന്നോട്ടാണ് ഞങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇത് നോൺ സ്റ്റോപ്പ് ആണ്. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആള് നിർത്തത്തില്ല. പക്ഷെ താങ്ക് യു സോ മച്ച് ടാ. കാരണം നമുക്ക് ഒരുപാട് സന്തോഷം കേൾക്കുമ്പോൾ അല്ലേ ഏട്ടാ? നമുക്ക് ആസ് എ പേരന്റ് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് ഇങ്ങനെ കേൾക്കുമ്പോൾ. നമ്മുടെ മക്കളെ ഇഷ്ടപ്പെടാൻ ആൾക്കാരുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ അടുത്തത് ചേച്ചിയുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ചേച്ചിയുടെ ഡിഗ്രി കഴിഞ്ഞാടാ. ഇത് ചോദിച്ചത് ജോമോൾ ജോൺസൺ ആണ്. അടുത്തത് നിഷാന, ഈ വർഷത്തെ മറക്കാനാവാത്ത ഒരു മൊമെന്റ്. ഓ, ഈ വർഷം 2023 ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു റോളർ കോസ്റ്റർ റൈഡാണ്. മിക്സ്ഡ് ഓഫ് ഇമോഷൻസ് ആണ് എല്ലാം. നമ്മൾ ഈ വർഷം തുടങ്ങിയത് അല്ലെ ചേട്ടാ, നമ്മൾ ഈ വർഷം തുടങ്ങിയത് എങ്ങനെയാന്ന് വെച്ചാല്, ഞാൻ ഫുൾ ഡീറ്റെയിൽ പറയുന്നില്ല, പക്ഷെ ഞങ്ങൾ ഈ വർഷം തുടങ്ങിയത്, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. ഈ 7 വർഷത്തിൽ ഞങ്ങൾ ഇത്രത്തോളം ഒരു സങ്കടം അനുഭവിച്ചതോ അല്ലെങ്കിൽ കരഞ്ഞിട്ടുള്ള ഒരു ടൈം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അത്രയ്ക്കും വേസ്റ്റ് ആയിട്ടാണ് ഈ വർഷം തുടങ്ങിയത് ജാനുവരിയിൽ. അപ്പോൾ ഇപ്പം എൻഡ് ചെയ്യുന്നത് പറയുകയാണെങ്കിൽ, എൻഡിങ് ജാൻ കഴിഞ്ഞിട്ട് ഇപ്പം ഡിസംബറിൽ എൻഡ് ചെയ്യുമ്പം നമ്മുടെ ലൈഫിൽ നമുക്കൊരു സന്തോഷം എന്ന് പറയുന്നത് 1 lakh സബ്സ്ക്രൈബർ ആയത് ഒരു വലിയ മൈൽ സ്റ്റോൺ ആണ്. ആസ് എ എന്താ പറയുക, ഒരു എനിക്ക് സ്പെഷ്യലി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വലിയ അച്ചീവ്മെന്റ് ആണ്. ഒരുപാട് സന്തോഷം തരുന്നു. ഞങ്ങൾ പറയുകയും ചെയ്തത് ഈ വർഷം തുടങ്ങിയത് ഭയങ്കര കയ്പിലാണെങ്കിൽ എൻ്റെ ആവുന്നത് അത്യാവശ്യം നല്ല മധുരത്തിലാണെന്നുള്ളത്. പിന്നെ നമ്മുടെ കൂടെ ഒരുപാട് കാലം നമ്മുടെ ക്ലോസ് ആയി നടന്ന് നമ്മുടെ എല്ലാമാണെന്ന് വിചാരിച്ച പല ആൾക്കാരും അങ്ങനെ എല്ലാന്ന് മനസ്സിലായ ഒരു നിമിഷം, കുറെ തിരിച്ചറിവുകൾ ഉണ്ടായ വർഷമാണിത്. അതായത് നമുക്ക് എന്താ പറയുക, നമ്മള് എന്താ പറയാ, കണ്ണടച്ച് വിശ്വസിച്ചതും അത്രയും സ്നേഹിച്ച ആൾക്കാരൊക്കെ അത് വെറും അവരുടെ ഭാഗത്തു നിന്നുള്ളത് വെറും ഒരു ഇത് മാത്രമായിരുന്നു എന്ന് തോന്നിയ കുറെ തിരിച്ചറിവുകളുണ്ടായി. അതായത് മനുഷ്യന്മാര് എല്ലാവരും ഒരേപോലല്ല, നമ്മൾ കാണുന്ന രീതിയിലല്ല അവർ നമ്മളെ കാണുന്നത് നമുക്ക് മനസ്സിലായി. അങ്ങനത്തെ കുറെ തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മറക്കാനാവാത്ത ഒരു മൊമെന്റ് എന്ന് പറയുന്നത്, ഒന്ന് 1 lakh അടിച്ചതും പിന്നെ നമ്മുടെ ബിഗിനിങ്ങിൽ നമുക്കുണ്ടായ കുറെ സങ്കടങ്ങളും അതാണ്. പക്ഷെ അതും രണ്ടും മറക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ സങ്കടവും സന്തോഷവും ഉണ്ടെങ്കിലേ നമുക്ക് അടുത്ത വർഷത്തിലേക്ക് പോകുമ്പോൾ ഒരു ഇച്ചിരി ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും. കാരണം തുടങ്ങിയത് സങ്കടത്തിലാണെങ്കിൽ എൻഡ് ആവുന്നത് ഇച്ചിരി സന്തോഷത്തിലാണ്. ബട്ട് സ്റ്റിൽ ഹോപ്പ്ഫുള്ളി 2024 നല്ലതാവട്ടെ എല്ലാവർക്കും. ഓക്കെ, മിസ്സിംഗ് യുവർ ലഞ്ച് ബോക്സ് റെസിപ്പി, അത്രേ ഉള്ളൂ. മിസ്സിംഗ് യുവർ ലഞ്ച് ബോക്സ് റെസിപ്പീസ് മീര. എടാ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്നലെ, പക്ഷെ നെക്സ്റ്റ് വീക്ക് തൊട്ട് നമുക്ക് ഉഷാറാക്കാം കേട്ടോ. പിന്നെ അതേപോലെ ഇത് ക്വസ്റ്റ്യൻ അല്ല ആക്ച്വലി, പക്ഷെ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാൻ എങ്ങനെ കോൺടാക്ട് ചെയ്യണം? ഐ എം മീര ഫ്രം വേദ സ്പൈസസ്. ഐ എം സെല്ലിംഗ് പ്രീമിയം ക്വാളിറ്റി സാഫ്രൻ. ഓക്കെ മീര, ഞാൻ ഇമെയിൽ ID മെൻഷൻ ചെയ്യാം. ഈ കമന്റിന് താഴെ തന്നെ ഇമെയിൽ ID മെൻഷൻ ചെയ്യാം കേട്ടോ. സോറി, ഞാൻ ഇത് കണ്ടില്ല, ഈ മെസ്സേജ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അനിത, വിച്ച് പ്ലേസ് ആർ യു സ്റ്റേയിങ് ഇൻ ബാംഗ്ലൂർ? എല്ലിമ, വിച്ച് പ്ലേസ്? വിദ്യാരണ്യപുരം. വിദ്യാരണ്യപുരം. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശാലിനി ദാസ് ആണ്. അപ്പോൾ ആളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ബാംഗ്ലൂരിൽ എവിടെയാണ്? അതാദ്യം റിപ്ലൈ പറയാം. ബാംഗ്ലൂരിൽ എവിടെയാ കണ്ണ? വിദ്യാരണ്യപുരാണ്. ഇപ്പം പിന്നെ മോൾക്ക് എത്ര വയസ്സായി? എത്ര വയസ്സായി? 6 years. പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ അമ്മ, 2 സിസ്റ്റേഴ്സ്, ഒരു ബ്രദർ. ഓക്കെ. നിഷയ്ക്ക് സിസ്റ്റർ ആൻഡ് ബ്രദർ ഉണ്ടോ? എനിക്കൊരു ചേച്ചി ഉണ്ട് കേട്ടോ. പിന്നെ കുക്കിംഗ് വീഡിയോ അടിപൊളിയാണ്, ചിലതൊക്കെ ഞാൻ പരീക്ഷിക്കാറുണ്ട്. നിങ്ങളുടെ ഫാമിലി സൂപ്പറാണ്. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. കുക്കിംഗ് അടിപൊളിയാന്ന് എവറിബഡി. ഓക്കെ, താങ്ക് യു സോ മച്ച്. പരീക്ഷിച്ചതൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് അത് ശരിക്കും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതിന് താങ്ക് യു സോ മച്ച്. പിന്നെ സജഷൻ തരുന്ന ആൾക്കൊക്കെ പ്രത്യേക താങ്ക്സ് ഉണ്ട്. ഉണ്ട്. ഇല്ല, ഒരുപാട് താങ്ക്സ് ഉണ്ട് സജഷൻസ് ഒക്കെ തരുന്നവർക്ക്. ബിക്കോസ് നമ്മൾ അതൊക്കെ കേൾക്കുമ്പോഴാണ് ഒന്നും കൂടി ഇമ്പ്രൂവ് ആക്കാൻ നോക്കുന്നത്. പിന്നെ ഒരു ചെന്നൈ മലയാളി, ചേച്ചി നിങ്ങളെ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് കേട്ടോ. പിന്നെ ചോദ്യം, യൂട്യൂബ് തുടങ്ങാനുണ്ടായ സാഹചര്യം, എങ്ങനെയായിരുന്നു ഡിസിഷനിൽ എത്തിയത്? ലവ് യു. അപ്പോൾ ഇൻസ്പിറേഷൻ ആയി എന്ന് പറയുമ്പോൾ അതൊരു വലിയ വേർഡ് അല്ലേ? പക്ഷെ ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ബ്ലെസ്ഡ്. അല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ ഒരു വലിയ വേർഡാണ് കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു അച്ചീവ്മെന്റ് ആണ് ശരിക്കും. കാരണം എന്ന് വെച്ചാൽ അത് തന്നെ ഞാൻ യൂട്യൂബ് തുടങ്ങിയതിന് എന്താ പറയുക, ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട് എന്താ പറയുക, നമുക്കൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നമ്മളെ കൊണ്ട് വേറൊരാൾക്ക് ഹെൽപ്പ് ആവുക അല്ലെങ്കിൽ വേറൊരാൾക്ക് ഇൻസ്പിറേഷൻ ആയി എന്നൊക്കെ പറയുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. പിന്നെ അതേപോലെ യൂട്യൂബ് തുടങ്ങാനുണ്ടായ സാഹചര്യം, എനിക്ക് ഒരുപാട് ആഗ്രഹമാണ് സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവായിട്ട് നിൽക്കണം എന്നുള്ളത്. അത് ഞാൻ മുമ്പ് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുക, ആൾക്കാർ തിരിച്ചറിയുക, എന്നോട് വന്ന് സംസാരിക്കുക, ഒരുപാട് മെസ്സേജസ് ഒക്കെ വരുന്നത് കാണുന്നതും അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ അത് ഞാൻ അതുകൊണ്ട് വേണ്ടിയിട്ട് മാത്രമാണ് ടിക്ടോക്ക് തുടങ്ങിയത്. പക്ഷെ ടിക്ടോക്ക് നിർത്തി. എന്നാലും ഞാൻ യൂട്യൂബിൽ വരണമെന്നൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. യൂട്യൂബ് തുടങ്ങണം എന്നുള്ളത് എനിക്ക് ഇവിടെ ജനിച്ചു കഴിഞ്ഞപ്പോഴേ ഉണ്ടായിരുന്നു പ്ലാൻ. പക്ഷെ തുടങ്ങിയിട്ട് എന്ത് ചെയ്യും, അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയതുകൊണ്ട് ഞാൻ ഒന്നും തുടങ്ങിയില്ല. പക്ഷെ ഒരു 3 വർഷം കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ ഒന്ന് തുടങ്ങി. പിന്നെ എങ്ങനെയായിരുന്നു ഡിസിഷനിൽ എത്തിയെന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആക്റ്റീവ് ആകണമെന്നുണ്ടായിരുന്നു. അന്ന് ഇൻസ്റ്റാഗ്രാം ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെയാണ് യൂട്യൂബിൽ എത്തിപ്പെട്ടത്. പിന്നെ അത്രേ ഉള്ളൂ കേട്ടോ. അതേപോലെ ഇത് പറയുന്ന സമയത്ത് ഒരു ചെന്നൈ മലയാളി, ഇതുപോലത്തെ കുറേ പേരുണ്ട് കേട്ടോ. എനിക്ക് ശരിക്കും ഇയാളുടെ പേരറിയില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഇതുപോലത്തെ കുറേ പേരുണ്ട്, നമുക്ക് സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ കമന്റ് കണ്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാവാറുണ്ട് കേട്ടോ ചില സമയത്ത്. അപ്പൊ ഇങ്ങനെ കുറേ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ പേര്, ഞാൻ എടുത്തു പറയുന്നില്ല. പക്ഷെ ഇങ്ങനത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത്രയും ഹാപ്പി ആയിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. മാത്രമല്ല നിഷ എനിക്ക് ഫോർവേഡ് ചെയ്ത് തരാറുണ്ട് ഇതുപോലുള്ള മെസ്സേജസ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം ഹാപ്പിയാണ്. ഞാൻ ചെയ്തു കൊടുക്കും. ഞാൻ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ ഉടനെ എനിക്ക് കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ, എൻ്റെ പ്രിയ, വൈഷു, ബിനീഷ്, ജിജു ഏട്ടൻ, ഇവർക്കൊക്കെ ഞാൻ ഫോർവേഡ് ചെയ്ത് കൊടുക്കും. കാണുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെലിബ്രിറ്റിയുടെ ഹസ്ബൻഡ് ആയി പോയി. അയ്യോ, അതുകൊണ്ടല്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും സന്തോഷമുണ്ട്. അതിപ്പോൾ ഞാൻ പറയുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കഴിഞ്ഞു, ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെന്താണ്, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും ന്യൂ ഇയർ പ്ലാൻസ്? ഓക്കെ, നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പ്ലാൻ ഇല്ല, കാരണം ചേട്ടന് വർക്കിംഗ് ആണ്, നാളെ വർക്കിംഗ് ആണ്. നാളെ അച്ഛന് വർക്കിംഗ് ഉണ്ട്, എനിക്ക് സ്കൂൾ ലീവാ. ന്യൂ ഇയർ അല്ലേ. പക്ഷെ എനിക്കുണ്ടല്ലോ നിങ്ങളുടെ കമന്റ്സ് എന്റെ മോളെ കുറിച്ചൊക്കെ പറയുന്ന ഭയങ്കര സന്തോഷമുണ്ട്. ഇവളെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് കുഞ്ഞിലെ വീഡിയോസ് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ചേട്ടാ. പാട്ട് വേണമെന്ന് പറഞ്ഞായിരുന്നു. അയ്യോ, പേര് ഓർമ്മയില്ല. പക്ഷെ ഓക്കെ, എനിക്ക് പേര് ഓർമ്മയില്ല കേട്ടോ. മുമ്പ് ഒരു വീഡിയോ, ജിജുവേട്ടൻ്റെ പാട്ടിന്റെ വീഡിയോ ഇട്ട സമയത്ത് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു പാട്ട് പാടിക്കുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ പേര് എനിക്ക് ഓർമ്മയില്ല. ഇൻ കേസ് ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഐ എം സോറി, പേര് എനിക്ക് എക്സാക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പാട്ട് ഞാൻ ജിജുവേട്ടനെ പാടിക്കാം. പാടുവേട്ടാ. ലിറിക്സ് വേണോ? ഒന്ന് എടുത്തോട്ടോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. റെഡിയാണോ? യെസ്. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ
സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയോതി ദൂരെ മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ. അടിപൊളി. അപ്പൊ ഈ ഒരു പാട്ടോട് കൂടി നമ്മൾ എൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ നമ്മുടെ Q&A. താങ്ക് യു സോ മച്ച് ചേട്ടാ പാടിയതിന്. പിന്നെ താങ്ക് യു. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ, നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യുക. നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തിട്ട് ഒരു താങ്ക് യു ഉണ്ട്. സ്പെഷ്യൽ മെൻഷനാണ്. ഓക്കെ, VIP. ഓഫ് കോഴ്സ് നമ്മുടെ VIP തന്നെയല്ലേ ഇത്. അപ്പോ സോ ഇനി അടുത്ത ആഴ്ച നമുക്ക് നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം കേട്ടോ. ആൻഡ് ദെൻ ടാറ്റാ. ബൈ.